യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ നടൻ സിദ്ദിഖിന്റെ വാദം പൊളിയുന്നു. സിദ്ദിഖിനെ കാണാൻ യുവനടി ഹോട്ടലിൽ എത്തിയെന്ന് തെളിയിക്കുന്ന നിർണായക രേഖ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു. കൊച്ചി സ്വദേശിയായ മറ്റൊരു നടിയുടെ പരാതിയിൽ 4 പ്രമുഖ നടന്മാർ ഉൾപ്പെടെ 7 പേർക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു. 2016 മാസ്കോട്ട് ഹോട്ടലിൽ വെച്ച് സിദ്ദിഖ് ബലാത്സംഗം ചെയ്തെന്നാണ് യുവനടിയുടെ പരാതി. നിള തിയേറ്ററിൽ ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോയ്ക്ക് മാതാപിതാക്കൾക്കൊപ്പം എത്തിയ നടിയെ കണ്ടിരുന്നുവെന്നും അതിനുശേഷം കണ്ടിട്ടില്ല എന്നുമാണ് സിദ്ദിഖിന്റെ വാദം. എന്നാൽ 2016 ജനുവരി 28-ന് സിദ്ദിഖിനെ കാണാൻ യുവനടി ഹോട്ടലിൽ എത്തിയിരുന്നുവെന്ന് സന്ദർശക രജിസ്റ്ററിൽ നിന്ന് വ്യക്തം. 3 ദിവസമാണ് സിദ്ദിഖ് ഹോട്ടലിൽ താമസിച്ചത്. മുറിയുടെ നമ്പർ ഓർമ്മയില്ലെന്നായിരുന്നു നടിയുടെ മൊഴി. കന്റോൺമെന്റ് എസിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രേഖകൾ പരിശോധിച്ചത്. പരാതിക്കാരിയുടെ രഹസ്യമൊഴി വനിതാ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി. പരാതിയുടെയും എഫ്ഐആറിന്റെയും പകർപ്പാവശ്യപ്പെട്ട് സിദ്ദിഖ് തിരുവനന്തപുരം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകി. കൊച്ചി സ്വദേശിയായ നടിയുടെ പരാതിയിൽ എം മുകേഷ്, ഇടവേള ബാബു, ജയസൂര്യ, മണിയൻപിള്ള രാജു എന്നിവർക്കെതിരെ ഗുരുതര വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തു. കൊച്ചിയിലും തിരുവനന്തപുരത്തുമായാണ് കേസുകൾ. മുകേഷിനെതിരെ ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ഇവരെ കൂടാതെ 2 പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെയും ലോയേഴ്സ് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖർ എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ജയസൂര്യ സെക്രട്ടേറിയറ്റിൽ ഷൂട്ടിങ്ങിനിടെ കടന്നുപിടിച്ചെന്നാണ് പരാതി. ഈ കേസിൽ പൊതുഭരണ വകുപ്പിനോട് രേഖകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു. സിനിമയുടെ സംവിധായകൻ ബാലചന്ദ്രമേനോന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും. 24 തിരുവനന്തപുരം.